വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കുത്തിയോട്ടം. പ്രധാനമായും 10 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് ഈ വഴിപാട് നടത്തുന്നത്. ആറ്റുകാലമ്മയുടെ ഭടന്മാരായാണ് കുത്തിയോട്ട വ്രതമെടുക്കുന്ന കുട്ടികളെ കണക്കാക്കുന്നത്. മഹിഷാസുരവധത്തിന് ഭഗവതിയെ സഹായിച്ച ബാലഭടന്മാരുടെ പ്രതീകമാണിത്. പൊങ്കാലയോടനുബന്ധിച്ച് 7 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ താമസിച്ച അതികഠിനമായ വ്രതമാണ് ഈ കുട്ടികൾ അനുഷ്ഠിക്കുക. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ, അതായത് ഉത്സവത്തിൻ്റെ 3-ാം ദിവസമാണ് കുട്ടികൾ വ്രതം ആരംഭിക്കുക. ആറ്റുകാൽ ക്ഷേത്രത്തിൽ വച്ച മേൽശാന്തിയിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ചാണ് വ്രതം തുടങ്ങുക. വളർന്നു വരുന്ന കുട്ടികളിൽ അച്ചടക്കം, ഏകാഗ്രത, ഭക്തി എന്നിവ വർദ്ധിപ്പിക്കുവാൻ ഈ 7 ദിനരാത്രങ്ങളിലെ വ്രതം സഹായിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ രോഗപീഠകളിൽ നിന്നും മുക്തിയും ജീവിതത്തിൽ ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി എന്നിവയും ഈ കുട്ടികൾക്ക് ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ദേവിയുടെ ബാലഭടന്മാരായി മാറുന്നതിലൂടെ ഈ കുട്ടികളിൽ അച്ചടക്കവും ഭക്തിയും വളരുമെന്നും കണക്കാക്കപ്പെടുന്നു. ദിവസവും 3 നേരം ക്ഷേത്രക്കുളത്തിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഭജന, ക്ഷേത്രത്തിലെ നിശ്ചിത എണ്ണം പ്രണമിക്കൽ അഥവാ നമസ്കാരം എന്നിവ വ്രതാനുഷ്ഠാനത്തിൽ നിർബന്ധമാണ്. ഈ ദിവസങ്ങളിൽ മാതാപിതാക്കളെ കാണാനോ പുറത്തു പോകാനോ അനുവാദമില്ല. കുത്തിയോട്ട വഴിപാടിനോടനുബന്ധിച്ച പ്രധാന ചടങ്ങാണ് ചൂരൽകുത്ത്. ഇതിനായി പൊങ്കാല ദിവസം വൈകുന്നേരം ബാലന്മാരെ പ്രത്യേകമായി അണിയിച്ചൊരുക്കുന്നു. തുടർന്ന് തന്ത്രിയുടെയും പൂജാരിമാരുടെയും സാന്നിധ്യത്തിൽ കുട്ടികളുടെ വശങ്ങളിൽ, അതായത് ഇടുപ്പിന് മുകൾ ഭാഗത്ത് വെള്ളി നൂൽ കോർക്കുന്നു. ഇതിനെയാണ് ചൂരൽകുത്ത് എന്ന് പറയുന്നത്.